മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ഇന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ ദിവസത്തിന് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തായിരിക്കും നിങ്ങൾക്ക് നടക്കാൻ സാധ്യത ആൻഡ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പറയില്ലേ ഒരു ദൈവത്തിൻ്റെ ഒരു വഴി കാണിച്ചു തരുന്നത്, ഒരു ഗൈഡൻസ് കിട്ടുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏത് കാര്യത്തിലാണെന്ന് വരാൻ പോകുന്ന ഇന്നത്തെ ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്ലീസ്. ഓക്കെ, മജീഷ്യൻ, 6 of swords and 8 of cups. ഓക്കെ, ഡെത്ത്. ഓക്കെ, ആക്ച്വലി ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായി കാണാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ട് പോയ പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി വിട്ട് കളയണം എന്ന രീതിക്കായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും അവസാനിച്ച് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ടാവാം. വാക്ക് അവേ ചെയ്യണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. മൂവ് ഓൺ ചെയ്യണോ എന്ന തരത്തിൽ എനിക്ക് ചിന്തിക്കുന്ന പോലെയുണ്ട്. ഇവിടെ 6 of swords ആണ്. ഓക്കെ, ആൻഡ് മജീഷ്യൻ ഉണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കൺട്രോൾ എടുക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന രീതിക്ക് എനിക്ക് ഇവിടെ കാണുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ വളരെ പവർഫുള്ളാണ്. എന്തും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം, അല്ലെ? ഒരു മാജിക് കാണിക്കുന്ന പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയില്ലേ? അതിന് വേണ്ട എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കയ്യിൽ തന്നെ യൂണിവേഴ്സ് എല്ലാ പവറും തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അറിവായാലും ശരി, കഴിവായാലും ശരി, നിങ്ങളുടെ ഹെൽത്ത് ആയാലും ശരി, പണമായാലും ഫൈനാൻഷ്യലി ആയാലും എന്ത് തന്നെ ആയാലും എല്ലാ തരത്തിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഓക്കെ, ഒരുപാട് കുറേ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ആവശ്യമുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും, നിങ്ങളുടെ ഇൻസ്പിറേഷൻ, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ കഴിവുകൾ എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആക്ച്വലി ലൈഫിൽ മുന്നോട്ട് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എനിക്ക്. അതിനുവേണ്ടി പക്ഷേ ചിലത് പിന്നിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ഓൾറെഡി, അല്ലെങ്കിൽ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. ഇവിടെ ഒരു ഡെത്ത് ആൻഡ് 8 of cups ആണ്. 8 of cups നമ്മൾ വാക്കിംഗ് അവേ എന്ന് പറയും. അതായത് ചിലത് വിട്ടു മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. ഇവിടെ ഡെത്തും നമ്മളൊരു എൻഡിങ് എന്ന രീതിക്കാണ് എടുക്കുക. എൻഡിങ് പറയുമ്പോൾ പക്ഷെ ഒരിക്കലും അതൊരു ടോട്ടൽ എൻഡ് അല്ല, അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്. സോ എന്തെങ്കിലും അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ചിലപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ അവസാനിച്ചു പോയി എന്ന് വിചാരിക്കില്ലേ, അതിൽ തന്നെ മേ ബി നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ചിലത് അവസാനിച്ചു എങ്കിലും നമുക്ക് അതിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് അതിനെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു എന്ന് വരും. സോ അതായിരിക്കാം മജീഷ്യൻ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം. എൻഡായി പോയതിനെ തന്നെ ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. അങ്ങനെയാവാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. കുറച്ച് പേർക്ക് നിങ്ങൾ ഓൾറെഡി ലൈഫിൽ മൂവ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ജോലി വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറുക, അങ്ങനെയാവാം. ഓക്കെ, വേറെ കമ്പനിയിലേക്ക് മാറുക, വേറെ ജോലിയിലേക്ക് മാറാം ശ്രമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിട്ടിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം ലൈഫിൽ. അങ്ങനെ ആയിരിക്കാം. കുറച്ച് പേർക്ക് സ്ഥലം മാറിപ്പോകുന്ന ഒരു കാര്യം കാണുന്നുണ്ട് എനിക്ക്. കാരണം ഇത് 2 കാർഡ് നമ്മളൊരു എന്തെങ്കിലും വിട്ട് പോകുന്ന ഒരു കാര്യമാണ്. സോ മേ ബി ഒരു സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഒരു എൻഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. ആ എൻഡിങ് പക്ഷേ അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം. ചില ചിന്തകൾ അവസാനിക്കുന്നു, ടെൻഷൻ അവസാനിക്കുന്നു, നമ്മുടെ ചിന്താഗതികൾ മാറുന്നു, എന്തുമാവാം. ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്ന കാര്യമാണ്, ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. ഈ ഒരു എൻഡിങ് ഇവിടെ എന്തെങ്കിലും വിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ വിട്ട് മാറിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചു, പിന്നിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇത് നമ്മൾ ഇത് പിന്നിൽ ചിലത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. യെസ്, മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വേറെ നല്ലതിലേക്കാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, പീസ്ഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫ് കുറെ കൂടി ബെറ്റർ ആവാൻ പോവുകയാണ് എന്ന രീതിക്കാണ്. പിന്നിൽ ഉപേക്ഷിക്കുന്നത് എപ്പോഴും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സന്തോഷം തരാത്ത കാര്യമായിരിക്കും, നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങളായിരിക്കാം, നമ്മൾ സന്തോഷം തരാത്ത, നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളത് വിട്ടു പോകുന്നത്, അല്ലേ? സോ അങ്ങനെ വല്ലതും സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി, റിലേഷൻഷിപ്പൊക്കെ ആണ് പറയുന്നതെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ചിലപ്പോൾ നമുക്കുള്ളതായിരിക്കില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ കഴിവുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലിയുടെയൊക്കെ ചിലപ്പോൾ ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേത് തിരിച്ച് കിട്ടണം എന്നില്ല, പക്ഷേ അതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് തിരിച്ച് വേറെ കിട്ടാം. ഓക്കെ, നിങ്ങൾ വേറെ ശ്രമിച്ചുകൊണ്ടിരിക്കൂ, നിങ്ങൾക്ക് വേറെ കിട്ടാനുള്ള ഒരു സാധ്യത നല്ലോണം ഹൈ പോസിബിലിറ്റി ഉണ്ട് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും പിന്നിൽ അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് എന്തോ വരുന്നുണ്ട് എന്ന രീതിക്കാണ്. അല്ലെങ്കിൽ ഇത് തന്നെ ചിലപ്പോൾ ബെറ്റർ ആയിട്ട് വരും എന്നുമായിരിക്കാം. ഓക്കെ, ഒരു മാറ്റം സംഭവിച്ചിട്ട് പക്ഷെ അതൊരു ട്രാൻസ്ഫോർമേഷനോടെ തിരിച്ചു വരും നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെയാവാം. സോ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസ്, കാര്യങ്ങൾ, ജോലി നഷ്ടപ്പെട്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും എന്ത് തന്നെ ആയാലും ഓക്കെ, ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് വേറെന്തോ ബെറ്റർ കൊണ്ടുവരികയാണ് എന്തായാലും. ഓക്കെ, അതിവിടെ 3 of Pentacles ഉണ്ട്.
നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്, ഏസ് ഓഫ് സോർട്സ് ഒക്കെ ഉണ്ട്. യെസ്, സോ യെസ്, നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ, നല്ല ഹാപ്പിനെസ് എല്ലാം വരുന്നുണ്ട്. ഒരു പുതിയൊരു ഓഫർ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ പോയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മേ ബി നിങ്ങളെ വേറെ ആരെയും കൂടെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും ചിലപ്പോൾ. അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ റിലേഷൻഷിപ്പ് ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ വേറൊരു ബന്ധം വരാനോ, അല്ലെങ്കിൽ ആ ബന്ധം തന്നെ നഷ്ടപ്പെട്ട ബന്ധം തന്നെ ചിലപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് നല്ലതായിട്ട് വരും. ഓക്കെ, ബെറ്റർ ആയിട്ട് വരികയാണ് ചെയ്യുക, കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് വരികയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്ത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങളെ വേറൊരു ബെറ്റർ ലൈഫിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സമാധാനം പീസും നിങ്ങൾക്ക് കൊണ്ടുവരും. അത് നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിക്കണം എന്നാണ് ഇവിടെ സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇവിടുത്തെ അഡ്വൈസ് ഇന്നത്തെ ഇതാണ്, എന്നിട്ട് നിങ്ങൾ ചിലത് ഉപേക്ഷിക്കാനുണ്ട് എന്നുള്ളതാണ്. ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സമയമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേറെന്തോ നല്ലത് വരാനുള്ളത് നിങ്ങൾക്ക് വരൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ കരിയറിൻ്റെ കാര്യമായിരിക്കാം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല ജോലി കിട്ടാനായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് വല്ലതും സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം. ചിലപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേ ബി അത് നിങ്ങളെ വേറൊരു വഴിയിലേക്ക് തിരിച്ചു വിടുകയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കും ഒരു പാത്ത് ആ ഒരു ജോലിയിലായിരിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേറെ എന്തോ ചെയ്യാനുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ തിരിച്ചു വിടുന്നതായിരിക്കാം. അഗെയിൻ റിലേഷൻഷിപ്സ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ എടുത്ത് മാറ്റും, പറയാൻ പറ്റില്ല. സോ അങ്ങനെ വല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ വേറെ നല്ല എന്തെങ്കിലും കൊണ്ടുവരും, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ തന്നെ എന്ത് തന്നെ സിറ്റുവേഷൻ ആണോ നിങ്ങൾക്ക് ലോസ് വന്നത്, എന്തെങ്കിലും നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ മാറ്റം വന്നിട്ട് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ നിങ്ങളോട് പറയുന്ന ആക്ച്വലി നിങ്ങൾ ഗൈഡൻസ് എടുക്കുക, ആരുടെയെങ്കിലും അഡ്വൈസ് എടുക്കുക, ആരോടെങ്കിലും സംസാരിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി സഹായിക്കും നിങ്ങളെ മുന്നോട്ട് പോകാൻ. ഓക്കെ, നമ്മളെപ്പോഴും ലൈഫിൽ നമ്മൾ ചില സിറ്റുവേഷൻസ് വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും നമ്മൾ എന്തോ ഒരു മാറ്റം കൊണ്ടുവരാനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു മെയിൻ എനർജി അതാണെന്ന് വരുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ് ആക്ച്വലി ഇതും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കർമ്മ എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ മേ ബി. സോ കർമ്മ തീർന്നു വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു കാർമിക് ഫേസ് നിങ്ങളുടെ ലൈഫിൽ കഴിയാനുള്ളത് ഉണ്ടാവും. ഒരു പാസ്റ്റ് ലൈഫ് തൊട്ട് നമ്മൾ പറയില്ലേ, ഒരു എന്തോ ഒരു വലിയൊരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ് ഇത് മാറ്റം സംഭവിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും തന്നെ. ഓക്കെ, നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ചുറ്റും ഉള്ള സാഹചര്യങ്ങൾ കൂടി മാറി വരും. ഓക്കെ, ആൻഡ് ഗൈഡൻസ് എടുത്തേക്കാം. എന്നിട്ട് എക്സ്പീരിയൻസിങ്, അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, നത്തിങ്നെസ്, ദ മാസ്റ്റർ, സോറി രണ്ടെണ്ണം വന്നു, ഇറ്റ്സ് ഓക്കെ, സ്ലോയിങ് ഡൗൺ ആൻഡ് വി ആർ ദ വേൾഡ്. ഓക്കെ, ഗുഡ്. സി ഇവിടെ മെയിനായിട്ട് എക്സ്പീരിയൻസിങ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസസ്. ഓക്കെ, അത് നിങ്ങളെ എപ്പോഴും എന്താ പറയാൻ വന്ന ഞാൻ സോറി ഏതോ ഒരു കാർഡുമായിട്ടൊരു മാച്ച് തോന്നി, അതാണ് ഞാനിങ്ങനെ ആലോചിച്ച്. ഓക്കെ, എക്സ്പീരിയൻസിങ് എന്ന് പറയുന്നുണ്ട്. സോ അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസസ് ആയിട്ട് എടുക്കാം നിങ്ങൾ. ഓക്കെ, കാരണം നമ്മൾ പലതും അനുഭവിച്ചുകൊണ്ടിരുന്നാണ് നമ്മൾ പലതും പഠിക്കുക എന്നാണ്. അനുഭവിച്ചാണ് നമ്മൾ പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആവുക. അല്ലെങ്കിൽ നമുക്കൊരു പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ അനുഭവങ്ങളിലൂടെയാണ്. യെസ്, അതാണ് ഞാൻ പറയുന്നത്, സോറി. അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ നടക്കുന്ന എന്ത് തന്നെ ആയാലും ഓക്കെ, അതിനെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. അതിനെ അങ്ങോട്ട് എന്തിനാണ് എനിക്ക് ഇത്രത്തോളം കഷ്ടം തരുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ തരുന്നത് എന്നൊന്നും നിങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റ് പറയാതിരിക്കുക. അത് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനുമുള്ള അവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. അതിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ആ പഠിക്കുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങളെ മാറി വരിക. ഓക്കെ, ആൻഡ് ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം എന്നായിരിക്കും. ആക്ച്വലി ഇവിടെയും എവിടെയോ നിങ്ങൾക്ക് സപ്പോർട്ടുള്ളതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളോട് സപ്പോർട്ട് എടുക്കാൻ പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതും നമ്മുടെ 8 ഓഫ് കപ്സ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ നോക്കിക്കോളൂ. സി ഇവിടെ നിങ്ങളിവിടെ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളെ സങ്കല്പിക്കൂ. ഇത് ഇവിടെ കുറേ പക്ഷികൾ ഇവിടെ പുറത്തുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറന്നു പോവാം. പക്ഷെ നിങ്ങളായിട്ട് ഇവിടെ പെട്ട് നിൽക്കുന്ന പോലെയാണ്. ഇവിടെ കൂട് ഓപ്പൺ ആണ്, ശരിക്കും നിങ്ങൾക്ക് പുറത്ത് പോവാം.
ഓക്കെ. ബട്ട് നിങ്ങളായിട്ട് അത് ശ്രമിക്കുന്നില്ല എന്ന രീതിക്കാണ്. സോ അതും ഇവിടെയും അതാ പറയുന്നത്. ഇവിടെ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുപോകാനുള്ള സമയമായി, നിങ്ങൾക്ക് പറന്നു പോകാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ പലതും നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസസ് വരിക, പുതിയ അനുഭവങ്ങൾ വരിക, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, ആൻഡ് പുതിയ ലൈഫ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആകാശം തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട്, നിങ്ങൾ പറക്കാൻ തയ്യാറായാൽ മതി എന്നാണ്. ഓക്കെ, ചിലത് പക്ഷെ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ കൂട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റിയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഞാനിവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിൽ കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സന്തോഷമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മുന്നോട്ട് വേറെ നല്ലതിലേക്ക് എന്തിലേക്കോ കൊണ്ടുപോകാനാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ നത്തിങ്നെസ് ഉണ്ട്. സോ നിങ്ങൾക്കൊന്നും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിലപ്പോൾ തോന്നാം. ഓക്കെ, നിങ്ങൾക്കെല്ലാം പോയി, നിങ്ങൾക്കൊന്നും ഇല്ലാതെയായി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ബ്ലാങ്ക് ഇതാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഇന്നാൾ വേറൊരു റീഡിങ്ങിലും ഞാനിത് പറഞ്ഞു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് സ്പേസ്, നത്തിങ്നെസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതെയായി, എനിക്കൊന്നും ഇല്ലാതെയായി, എനിക്ക് ആരും ഇല്ലാതെയായി, ഞാൻ തനിച്ചായിപ്പോയി, എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ശൂന്യത തോന്നാം. പക്ഷെ ആ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ ആക്ച്വലി മജീഷ്യൻ അങ്ങനെയാണ്. ശൂന്യതയിൽ നിന്ന് പോലും എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കഴിവുള്ള വ്യക്തികൾ എന്നാണ് മജീഷ്യനെ നമുക്ക് പറയാൻ പറ്റുക. സോ അതായത് നിങ്ങളുടെ ഉള്ളിലുണ്ടെല്ലാം. എനിക്ക് പുറത്തു നിന്നല്ല വരുന്ന ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. സോ ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കാനുള്ള സമയമായി. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക, നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. ഓക്കെ, ഇവിടെ എന്തും എഴുതാം, നിങ്ങൾക്ക് ബ്ലാങ്ക് ആണ്. ഓക്കെ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു, യെസ്, നമ്മുടെ ലൈഫിൽ നിന്ന് പലതും പോയി, ആ സ്പേസിൽ പക്ഷെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും എഴുതാനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെ എടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ദ മാസ്റ്റർ എന്ന് പറയുന്നുണ്ട്. സോ യൂണിവേഴ്സിനെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ദൈവം, യൂണിവേഴ്സ്, നിങ്ങൾ ആരെയാണോ ട്രസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ, സോ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തോ തയ്യാറാക്കുന്നുണ്ട് എന്ന് പറയാം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ സ്ലോയിങ് ഡൗൺ ഉണ്ട്. കുറച്ച് സ്ലോ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി, നിങ്ങൾ തിരക്കൊന്നും പിടിക്കേണ്ട. ഓക്കെ, മെല്ലെ മെല്ലെ കാര്യങ്ങളെ മുന്നോട്ട് ചെയ്യുക. പക്ഷെ എന്താണ്, നമ്മൾ ആ ഒരു മെല്ലെ ചെയ്താലും നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വരുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, കുറച്ച് സ്ലോ ആയിട്ട് പോയാലും കുഴപ്പമില്ല. ആൻഡ് ഇവിടെ വി ആർ ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. ഇതെവിടെയോ നമ്മുടെ വേൾഡ് കാർഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് കംപ്ലീഷൻ എന്ന് പറയാം. ആക്ച്വലി ചില സൈക്കിൾസ് എൻഡ് ആവും ആൻഡ് ചിലത് പുതിയത് തുടങ്ങും എന്നാണ് പറയാം. സോ ആ രീതിക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അവസാനിച്ചാലും പുതിയത് എന്തോ തുടങ്ങാൻ പോകുന്നു എന്ന രീതിക്കാണ്. വേൾഡ് ആക്ച്വലി നമുക്ക് ന്യൂ ബിഗിനിങ് എന്ന് വിളിക്കും. നമ്മൾ എൻഡിങ് ആണ്, പക്ഷേ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് നമ്മൾ പറയാം. ഞാൻ വേറെന്തോ കൂടി പറയാമെന്ന്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ വേൾഡ് തന്നെ ഓപ്പൺ ആണ്. അതും ഇവിടെ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. സോ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും ഫുൾ ആകാശം ഓപ്പൺ ആണ്. ആകാശം മാത്രമല്ല അല്ലേ, ഫുൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പറന്നു പോവാം, നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ആ ഒരു ട്രസ്റ്റ് യൂണിവേഴ്സിൽ വയ്ക്കാം. നിങ്ങളുടെ മുമ്പിൽ വഴികൾ പുതിയത് ഓപ്പൺ ആക്കി തരാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.